തോമസൂട്ടി വിട്ടോടാ. ക്രിസ്തു പറഞ്ഞനുസരിച്ചും വേദപുസ്തകത്തിന്റെ ധാർമ്മികത അനുസരിച്ചും ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ചുമൊക്കെ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമ്മൾ ജീവിക്കണം എന്ന് അടൂർ മെത്രാച്ചൻ പറഞ്ഞതിന്റെ അലയലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പിടിച്ചതിനേക്കാൾ വലിയതാണ് അളയിലിരിക്കുന്നത് എന്ന ചൊല്ലുപോലെ പുതിയ പുതിയ സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 23-ാം തീയതി വിളിച്ചു ചേർത്തിരിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സുന്നകദോസിൽ മുൻകൂർ 6 മെത്രാന്മാർ കത്ത് കൊടുത്തു, തങ്ങൾക്ക് അസൗകര്യമുണ്ട് അതിലെത്തുവാൻ. സുന്നകദോസിൽ എത്താൻ പറ്റാത്ത അസൗകര്യമുള്ള മെത്രാനെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഒരു മെത്രാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ അടിസ്ഥാനപരമായ പ്രാഥമികമായ ഉത്തരവാദിത്വം, കടമ എന്നൊക്കെ പറഞ്ഞാൽ മെത്രാൻ സമിതിയിൽ അംഗമായിരിക്കുന്നിടത്തോളം കാലം മെത്രാൻ സമിതിയുടെ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുന്നകദോസിൽ പങ്കെടുക്കാൻ പോലും പറ്റാത്ത അത്ര അസൗകര്യവും തിരക്കും ഒക്കെ വരുന്നത് സംശയാസ്പദമാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രയം മെത്രാച്ചനെ വിസ്തരിക്കുന്ന ആ സ്ഥലത്ത് തങ്ങൾക്ക് എത്തുവാൻ നിർവാഹമില്ല, അതിന് സാക്ഷ്യം വഹിക്കുവാൻ അല്ലെങ്കിൽ അപ്രയം മെത്രാനെ അഭിമുഖീകരിക്കുവാൻ ധാർമ്മികമായ കരുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒളിക്കാനും മറയ്ക്കാനും പലതുമുണ്ട് എന്ന് അർത്ഥം. ഇവരുടെയൊക്കെ പല കാര്യങ്ങളും കഥകളും അപ്രയം മെത്രാച്ചൻ അറിയാം. അപ്പോൾ അപ്രയം മെത്രാച്ചന്റെ മുമ്പിൽ ഇവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വയ്യേ കത്ത് കൊടുത്ത് ഒഴിവാകുന്നതാണ് കാണുന്നത്. കത്ത് കൊടുത്ത് അസൗകര്യം അറിയിച്ച 6 പേരും അവരുടെ കൈകൾ അത്ര ശുദ്ധമല്ല എന്നുള്ളതാണ് കാരണം. ബാക്കിയുള്ളവരുടെ ശുദ്ധമാണെന്ന് വരുന്നില്ല, കാരണം അവർക്ക് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ഓർത്തഡോക്സ് സർക്കിളുകളിൽ ഇന്നലെ കേൾക്കുന്ന ചർച്ചകളാണ്. ഇവരുടെ മെത്രാന്മാരെ പറ്റിയുള്ള അഭിപ്രായം പറയാനുള്ള പ്രാപ്തിയൊന്നും നമുക്കില്ല. കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അവർ പറയുന്നത്. കാരണം വിശ്വാസികൾ വളരെ ആശങ്കാകുലരാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസികൾ ആശങ്കാകുലരാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആശങ്കപ്പെടേണ്ടി വരും. ഇതെല്ലാം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, മുന്നറിയിപ്പ് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മെത്രാന്മാരെ പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, വളരെയധികം പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ കുറെ ആളുകളുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ വെളിപ്പെടുമെന്നും വേറെ ചിലരുടെ ക്രമേണ വെളിപ്പെടുമെന്നും പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ചില മെത്രാന്മാരുടെ ഒക്കെ കുൽസിതങ്ങൾ നേരത്തെ വെളിപ്പെട്ടു എന്നേ ഉള്ളൂ. പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ ചിലരുടെ സ്ലോവിൽ വെളിപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇപ്പോ 9 മെത്രാന്മാരാണ് ആരോപണ വിധേയരായിട്ടിരിക്കുന്നത്. അതായത് അസന്മാർഗികത അല്ലെങ്കിൽ ലൈംഗിക ദുഷ്കൃത്യങ്ങളുടെ ബന്ധത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ വിസ്താരത്തിലായിരിക്കുന്നത്, ആരോപണ വിധേയരായിരിക്കുന്നത് 9 പേരാണ്. ബാക്കിയുള്ളവരെല്ലാം അതുകൊണ്ട് സംശുദ്ധരാണെന്ന് വരുന്നില്ല. ഓരോരുത്തരുടെ കഥകൾ നമ്മൾ കേൾക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മെത്രാച്ചൻ വിശുദ്ധിക്ക് വേണ്ടി ആഹ്വാനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതായിട്ടൊക്കെ കണ്ടു ചില ആളുകൾ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിപതി ധൈര്യം അല്ലെങ്കിൽ വല്ലാത്ത ഒരു ആത്മധൈര്യം എന്നേ ഉള്ളൂ. ആ മെത്രാച്ചന്റെ കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോൾ ലേറ്റ് നൈറ്റുകളിൽ അദ്ദേഹം സന്ദർശിച്ച സൈറ്റുകൾ ഫിക്സ് ചെയ്യാമെന്ന് ചെറുപ്പക്കാര് അതേ സഭയിലെ ആളുകൾ കണ്ടുപിടിച്ചത് പുറത്തു പറഞ്ഞ റെക്കോർഡുണ്ട്. അത് ഈവൻ ആ ചെറുപ്പക്കാരെ അസ്വസ്ഥപ്പെടുത്തിയത് ശനിയാഴ്ച ലേറ്റ് നൈറ്റിലും ഇദ്ദേഹം പോൺ സൈറ്റുകൾ വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അലാമിങ്. അപ്പൊ അത്ര മാത്രം ഹീനമായ അധാർമികമായ ജീവിതം നയിക്കുന്നവർ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് വിശുദ്ധ കുര നടത്തുന്നു എന്നുള്ളത് എന്നെ അമ്പരപ്പിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നുള്ള വാക്കുകൾ കിട്ടുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മെത്രാന്റെ ഇത് കാണുക, പോസ്റ്റുകൾ ഭയങ്കരമായ പോസ്റ്റുകളാണ്. ഒരു പോസ്റ്റ്, ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിലും തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല. ഭയങ്കരമായ സംഭവങ്ങളാണ്. എന്തോ ഈ നമുക്കുണ്ടല്ലോ ഈ സിംബോളിക് ഡ്രാമ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. സിംബോളിക് എന്ന് പറഞ്ഞാൽ എങ്ങും തൊടാതെയൊക്കെ പറയുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം വിശുദ്ധർ ആയിട്ടൊക്കെ അഭിനയിക്കുന്ന ആളുകളുടെ കഥകളും ഏത് നിമിഷവും വരാം. കാരണം 1 തിമോത്തി 5:24 പൗലോസ് ശ്ലീഹ പറയുന്നു, ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. Some men's sins are open beforehand, going before to judgment, and some men they follow after. പയ്യെ വരുന്നുണ്ട്. പിടിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ വെളിപ്പെട്ടില്ല എന്നതുകൊണ്ട് വിശുദ്ധരൊന്നും ആണെന്ന് വരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഏറ്റവും
വിനീതമായ അഭ്യർത്ഥന, വിശുദ്ധ കുര നിർത്തുക. ചട്ടമ്പിനാട് സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ നിർത്തിക്കോ ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് പറഞ്ഞു. നിർത്ത്, നല്ലത്. എന്തിനാണ് ഈ വിശുദ്ധ കുര നടത്തുന്നത്? ഡീറ്റെയിൽസ്, എവിഡൻസസ് ആൻഡ് എവിഡൻസസ് ടൺ കണക്കിന് ഇവിടെ ഈ സോഷ്യൽ മീഡിയ സർക്കിളിൽ കറങ്ങുന്നുണ്ട്. വെറുതെ പബ്ലിഷ് ചെയ്യാത്തതാണ്. എന്തിനാണ് ഈ വിശുദ്ധ കുര നടത്തുന്നത്? ഒന്ന് ഒരു ലോ പ്രൊഫൈൽ ആയിക്കോ, ഒന്ന് താത്ത് പിടിക്കും. നല്ലത്. ഇനി അധികം പൊക്കിക്കൊണ്ട് നടക്കണ്ട, താത്ത് പിടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ തെളിവുകളാണെങ്കിലും